ശനിയാഴ്ച രാത്രിയിലെ പാട്ടും മേളമൊക്കെ കഴിഞ്ഞ് എപ്പോഴോ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കിടന്നുറങ്ങി. രാവിലെ അവർക്ക് കട്ടൻ കാപ്പി ഇട്ടു. അപ്പം ഞാനും ഒരുപാട് നാളിന് ശേഷം ഇമ്മിണി കട്ടൻ കാപ്പി കുടിച്ചു പ്രിയങ്ങളെ. കുഞ്ഞോ അച്ചാച്ചനെ വിളിക്ക്. അച്ചാച്ചൻ വിളിച്ചിരുന്നില്ലേ? ചേച്ചി അവിടെ ഉണ്ടോ? ആ ആ ചേച്ചി ആ അങ്ങനെ എല്ലാവരും പതിയെ പതിയൊക്കെ എഴുന്നേറ്റ് വന്നു. സുജാമ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് മുറ്റമൊക്കെ തൂത്തിട്ട് വന്നിരിക്കുക. പിന്നെ ഞാൻ രാവിലത്തേക്ക് കുഞ്ഞനപ്പം ഉണ്ടാക്കാൻ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കുവാണ് കുഞ്ഞനപ്പത്തിൻ്റെ പാചകം ഏറ്റെടുത്തിരിക്കുന്നത്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറി വേണോ? വേണോ? വേണ്ട വേണ്ട വേണ്ട. എടുക്കുന്ന എല്ലാം ഇതാ പക്ഷെ ഞാൻ അവിടെ അയ്യോ ദൈവമേ, അങ്ങനെ ആയിരുന്നോ? കപ്പ എവിടെ അവർക്കോ ഞാൻ എൻ്റെ മൊബൈലിൻ്റെ കവറൊന്ന് മാറിയെന്നേ ഉള്ളു. എന്തൊക്കെ എൻ്റെ ദൈവമേ, മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചേ, യൂട്യൂബിൽ നിന്ന് 1,00,000 രൂപ കിട്ടുമോന്ന് മാസം. ആ കേട്ടോ. കൊറേ ഉള്ളിയും കൊണ്ട് നേരം വെളുത്തപ്പത്തോട്ട് ഇരിക്കുക. എടി ഇന്നലെ ഉണ്ടല്ലോ താഴെ കിടക്കുന്നടി നല്ല ജോലി കണ്ടു. വില ഒന്ന് പിടിക്കടി. അങ്ങനെ പ്രയോഗിക്കാൻ വെച്ചേക്കുന്ന ബലമല്ല. എന്തോന്നു നല്ല തേപ്പ്.
ആ മാമി മൂർച്ച കൂട്ടുവാ, മാറിക്കോ. ഓ കൊറിയറുകാർ വന്ന കാര്യമൊക്കെ പറഞ്ഞു. വന്നു ഫാനും കൊണ്ട്. ആ വന്നില്ല എനിക്ക്. ഞാനിപ്പോ എത്ര വട്ടം അവിടെ നിന്ന് പറഞ്ഞു. മൗനം ചൂടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നോക്കണ്ടില്ല. ചെറിയ ചൂടുണ്ട്. കാലിന്റെ വെള്ളയ്ക്ക് ചൂടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എന്നാ പനിയാണ്. ഭയങ്കര ലക്ഷണം. ബീച്ചിൽ പാരസെറ്റമോൾ കൊടുക്കും. ഉണ്ട്, ഇരിപ്പുണ്ടോ? ചാട്ടോ മാർച്ചില് ഇവിടെ ഉണ്ടോ? ഇല്ല, ഇവിടെ ഗുളിക കഴിക്കുവാ. കൊടുത്താൽ മതി, കടിച്ചു കുറച്ച് മരുന്ന് തരട്ടെ? വേണ്ട. മരുന്ന് ഉറങ്ങിയോ കുഞ്ഞ്? ഇച്ചിരി നേരം ഈ മുളക് പോകും പറ്റുള്ളൂ. കിടക്കണോ? അമ്മ അത് വേഗട്ടെന്ന് പറഞ്ഞ് കത്തിച്ചത്. അത് വെച്ച് അങ്ങനെ കരിയേപ്പല അരച്ചോളാം. വെള്ളം ഇടണം. അടിയിൽ കൂടി ചേർക്കണേ. I servizi alla Franklin ospiti che seguono in altri giorni per una interista perché മോനാണ് വിളമ്പുന്നത്. അത്ര ഒന്നും അവൻ കഴിക്കത്തില്ല. പിന്നെ വേണേ കൊടുക്കാം. ശരി. ഒരാൾ അവശ നിലയിൽ ഇരിക്കുക. ഉണ്ട്, കഞ്ഞി കുടിച്ചിട്ടിരിക്കുക. കഞ്ഞി.
നമ്മൾ തമ്മിൽ അത് അടുത്ത് പോരും. നിന്നെ കൊണ്ടുപോകുന്നു ഇവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുപോയി അനുഭവിച്ച് മുന്നേ വിടാൻ പാടില്ല. സൈക്കിളിലെല്ലാം ഇതെല്ലാം നാം ഉനക്ക് തിരുത്തി പണി തരുവേ. എന്താ പിന്നെ കെട്ടിയപ്പോ ഇത്ര ഉള്ളായിരുന്നു കെട്ടുമ്പോ. അത് ഇവിടെ ഓറുണ്ട് കേട്ടോ. വള്ളംകളി വള്ളംകളി വെള്ളം കളി ജിജി മാമനും ഷാജി മാമനും വെള്ളം കളിയും വള്ളം കളി എല്ലാം ഉണ്ട്. രാവണന്റെ പാട്ട് എല്ലാം ഉണ്ട്. അടിപൊളി പാട്ട്, അടിപൊളി പാട്ടൊക്കെ ഉണ്ട്. രാവണന്റെ അടിപൊളി പാട്ട്. ഓക്കെ, പോയിട്ട് വാ. ചേച്ചി ആ മുന്നിൽ ഇരിക്കുന്ന ആളുടെ മുഖം നോക്കിക്കാന്ന്. ചേച്ചി മുന്നിൽ ഇരിക്കുന്ന ആളുടെ മുഖം ഒന്ന് നോക്കിക്കേ. ജാ കുഞ്ഞോ വീട് നീയാ. അതുകൊണ്ടേ സുജാമ പോന്ന് ടാറ്റ കൊടുത്തേ. എനിക്ക് മനസ്സിലാവുന്നില്ല ജാനി എന്തിനാ കരയുന്നതെന്ന്. 3 കൂട്ട സാധനം അയച്ചു ഓൺലൈൻ ഓർഡർ ചെയ്ത് വെച്ചേക്കുന്നത്. എന്തുവാ അതിനാണോ കരയുന്നത്? ആ ഷൂ ഓർഡർ ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഷൂ എന്താ? നഖം വെട്ടുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ തിരിച്ചേ നന്നായിട്ട് ചിരിക്കും. അങ്ങനെ 2 ദിവസത്തെ അംഗത്തിന് ശേഷം എല്ലാരും ബൈ ബൈ പറഞ്ഞ പോവുകയാണ്. ഇവിടെ കിണറ്റിൽ നിറച്ചു വെള്ളമുണ്ട് പ്രിയങ്ങളെ. ഇവിടെ മോട്ടർ അടിച്ച് വെള്ളം നിറയ്ക്കാഞ്ഞോണ്ടാ കുളിക്കാഞ്ഞ്. ഇന്നിവിടെ പവർ കട്ടാ, രാവിലെ തൊട്ട് രാത്രി വരെ കരണ്ടിൽ. ടാറ്റ ഉമ്മ. അങ്ങനെ എല്ലാവരും ആ വഴി ഈ വഴിയൊക്കെ പോയി പ്രിയങ്ങളെ.
സുജേജിയും ഷാജേണ്ണനും ഒക്കെ പോകാൻ ഇറങ്ങിയപ്പോൾ അമ്മ അവരുടെ കൂടെ അങ്ങോട്ട് പോയി. മാമൻ അവരെ സ്റ്റാൻഡിലോട്ട് കൊണ്ടുവിടാൻ വണ്ടിയും കൊണ്ട് വന്നായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് മാമിയും കുക്കും ജാനിക്കുട്ടിയൊക്കെ ഇപ്പം അങ്ങോട്ട് പോയി. മോനുകുട്ടൻ സൈക്കിൾ ചവിട്ടാൻ പോയേക്കുമായിരുന്നു. ഇപ്പോൾ അവരങ്ങോട്ട് പോയ വഴിക്ക് ഞാൻ പറഞ്ഞു ഇനി വരാൻ പറയാൻ വന്നു. ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. പ്രിയങ്ങളെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ ഇന്നിനിപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കണം. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, എല്ലാവരും ഉള്ളായിരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് സന്തോഷമായിട്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ പറ്റി. പിന്നെ ഇടയ്ക്ക് സുചേച്ചിക്ക് വയ്യാതായിപ്പോയി. എന്തോ പറ്റിയ നേരത്തിൽ ഗ്യാസ് കയറിയതോ എന്തോ ആണ്. സുചേച്ചി ഛർദ്ദിക്കുകയൊക്കെ ചെയ്തേ. പിന്നെ മെഡിസിനൊക്കെ കൊടുത്ത് ഓക്കെ ആയിട്ടാണ് പോയത്. എന്നാലും അതൊരു വിഷമമായിരുന്നു. അപ്പോൾ ഒരു കാപ്പി ഇട്ട് കുടിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഒരു കാപ്പിയൊക്കെ കുടിച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത്. കറണ്ട് വന്നിട്ടില്ല, മോട്ടർ അടിക്കണം. ടാങ്കിൽ വെള്ളം തീർന്നു. എല്ലാവരും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് വെള്ളം പെട്ടെന്ന് തീർന്നു. ഇനി ടാങ്ക് ഒന്ന് മാറ്റണം. ഒരു 1000 ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉള്ളത് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. വെക്കണം, അല്ല പിന്നെ എല്ലാവരും വരുമ്പോൾ ബുദ്ധിമുട്ടാവും ഇങ്ങനെയൊക്കെയുള്ള സമയത്ത്. അപ്പോൾ അതൊക്കെയായിരുന്നു പ്രിയങ്ങളെ ഞങ്ങളുടെ 2 ദിവസത്തെ സന്തോഷങ്ങൾ. നോക്കട്ടെ കറണ്ട് വന്നോ. അത് കറണ്ട് വന്നെങ്കിൽ നമുക്കൊരു കാപ്പിയൊക്കെ കുടിക്കാം, മോട്ടറൊക്കെ അടിക്കാം. പിന്നെ കുറച്ച് ചില്ലറ ജോലികളുണ്ട്, അതൊക്കെ ചെയ്യാം. തുണിയൊക്കെ ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ പെറുക്കിക്കൊണ്ടിട്ടു. ഒരു കാപ്പി കുടിക്കട്ടെ. മോനിക്കുട്ടൻ കാപ്പി ഇട്ടു. വെള്ളിയാഴ്ചത്തെ വീഡിയോ എഡിറ്റ് ചെയ്തു, അപ്ലോഡ് ആക്കിയില്ല. സുജാമയൊക്കെ അങ്ങ് ചെന്നു, ഫോൺ വിളിച്ചു. പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഇവിടെ വെച്ച് ഛർദ്ദിച്ചതിൻ്റെ ഇവിടുന്ന് യാത്ര ചെയ്തതിൻ്റെയൊക്കെ ക്ഷീണമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറയാൻ മറന്നു പോയതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല സുജാമയൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ഒരു സഞ്ചി നിറയെ ചീമച്ചക്ക, ചേച്ചിയുടെ വീട്ടിലുള്ളതാണ് കേട്ടോ. ചീമച്ചക്ക അവിടെ ഫാർമസിയിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് എന്നെ ഫോൺ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇന്നിപ്പം ഞാനില്ലല്ലോ. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു അതുപോലെ എടുത്തോണേ, ഇതുപോലെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവൾ വൈകിട്ട് ടൗണിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അതുകൂടി എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവളെ എടുത്തിട്ട് വന്നു. ഞങ്ങൾ ആജിയണ്ണൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് 2-3 ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവിടുന്ന് കൊടുത്തു വിടാൻ സുജാമയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ അതേലും ഒരു 5-6 കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ മാമിക്ക് കൊടുത്തു. മാമിക്ക് പിന്നെ അവിടെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ കൊടുത്തു വിട്ടു. എല്ലാം കൂടെ ഒന്നിച്ചിവിടെ വെച്ചിരുന്നിട്ട് ഞാൻ കഴിക്കുന്നില്ലല്ലോ. അപ്പം അതൊരു വലിയ സന്തോഷമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയാണ് കേട്ടോ. ചേച്ചി എനിക്ക് അവിടെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുളിയൊക്കെ, മീനിനകത്തിരുന്ന പുളിയൊക്കെ ചേച്ചി എനിക്ക് കൊണ്ട് തന്നായിരുന്നു. നല്ല പുളിയാണ്. അപ്പം പിന്നെ വീടൊക്കെ മാറിയ കാര്യം അറിഞ്ഞുകൊണ്ട് എന്നെ ഫോൺ വിളിച്ചായിരുന്നു. നിറയെ ചെടികളൊക്കെ ഉണ്ട് ചേച്ചിക്ക്. ഞാൻ പറഞ്ഞു ഞാനങ്ങോട്ട് വരുന്നുണ്ട്, കുറേ ചെടികളൊക്കെ തരണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. എൻ്റെ പ്രിയങ്ങളോട് പറയാൻ വിട്ടുപോയതാണ് ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ വല്ലതും കഴിക്കട്ടെ പ്രിയങ്ങളെ. എനിക്ക് ചോറുണ്ടണം, ഒന്നും തോന്നുന്നില്ല. ഇനി പുട്ടുണ്ട്, പുട്ട് കഴിക്കാൻ തോന്നുന്നു. അത് ഞാൻ ചൂടാക്കാൻ അങ്ങോട്ട് വെച്ചേക്കുക. പഴം ഇരിപ്പുണ്ട്, അപ്പോൾ എനിക്കത് മതി. മോനുകുട്ടിനും അത് മതി എന്ന് പറഞ്ഞു. ചോറും ചക്കയൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ ഒന്നും കഴിക്കാനുള്ള ഒരു ഉഷാർ തോന്നുന്നില്ല. ബീഫും എല്ലാം എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. പുട്ടും പഴവും കഴിക്കാൻ രാത്രി നമുക്ക്. ഇതൊക്കെ ഇനി നമുക്ക് അകത്ത് വെക്കാനുള്ള പാത്രങ്ങളാണ്. കുറേ ഗ്ലാസ്സും എടുത്തിട്ടുണ്ടായിരുന്നു. കഴിക്കാൻ വായോ. പാത്രമെല്ലാം പെറുക്കി ഒതുക്കിയൊക്കെ വെച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. ഇമ്മിണി പൊട്ടും ഇമ്മിണിപ്പഴം.
മോനുക്കുട്ടൻ പുട്ടും ബീഫുമാണ് കഴിക്കുന്നത്. ഞാൻ പുട്ടും പഴും. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. കഴിക്കട്ടെ കേട്ടോ. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റാ. ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.